മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കായി സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പ് മമ്മൂട്ടി സന്ദർശിച്ചു. നിർമ്മാണം പൂർത്തിയാക്കിയ വീടുകളിൽ അദ്ദേഹം നേരിട്ടെത്തി. കേരളത്തിലെ ജനത ഒറ്റക്കെട്ടായതിൻ്റെ സാമൂഹിക മൂലധനമാണ് വയനാട്ടിൽ കാണുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റെവിടെയും നടക്കാത്തതാണ് കേരളത്തിൽ നടന്നത് എന്നും മമ്മൂട്ടി പറഞ്ഞു. അപൂർവമായിട്ട് മാത്രമേ ഇങ്ങനെ പാർപ്പിടം ഒരു ജനത, ഒരു നാട്ടിലെ ജനങ്ങൾ മുഴുവൻ എല്ലാവരും ചേർന്നിങ്ങനെ നിരാശ്രയരായ ഇങ്ങനെ ഒരു ലാഭത്ത് സംഭവിച്ച ആളുകൾക്ക് വേണ്ടി സംഭാവന ചെയ്തുണ്ടാക്കിയത് ജനങ്ങളുടേതാണ്. അപ്പോൾ നമ്മുടെ ജനങ്ങളുടെ മനസ്സാണ് ഈ കാണുന്നത്. കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് പിരിച്ച കാശാണല്ലോ സർക്കാർ കൊടുക്കുന്നത്. ജനങ്ങൾ അല്ല, അത് നമുക്കറിയില്ല. ജനങ്ങൾ ഇത് നമ്മൾ കൊടുത്തതാണ്, നമ്മുടേതാണ്. കേരളത്തിൻ്റെ ഒരു എന്താ പറയുക, സോഷ്യൽ ക്യാപിറ്റൽ, സാമൂഹ്യ മൂലധനമാണ് ഈ കാണുന്നത്. നമ്മുടെ മറ്റുള്ളവരോടുള്ള അനുതാപവും സഹതാപവും ഉണ്ടെന്നുള്ളത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ ക്യാപിറ്റൽ ഉള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. വിവരങ്ങളുമായി ലിൻഡോ അവിടെ നിന്ന് ചേരുന്നു. ലിൻഡോ, ഇതിപ്പോൾ മമ്മൂട്ടി കുറേ നേരം അവിടെ സമയം ചെലവഴിച്ചോ? അദ്ദേഹത്തോടൊപ്പം മറ്റാരൊക്കെ ഉണ്ടായിരുന്നു? മറ്റു വിവരങ്ങൾ എന്താണ്? സനീഷ്, അല്പസമയം മുമ്പാണ് മമ്മൂട്ടി അപ്രതീക്ഷിതമായിട്ടായിരുന്നു ടൗൺഷിപ്പിലെ അദ്ദേഹത്തിൻ്റെ സന്ദർശനം. പെട്ടെന്ന് ടൗൺഷിപ്പിലെത്തുകയും ടൗൺഷിപ്പിലെ നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റും നോക്കിക്കാണുകയും തുടർന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടന സമയത്ത് സന്ദർശിച്ച ഒന്നാമത്തെ സോണിലെ സി ബ്ലോക്കിലെ 27ാമത്തെ നമ്പർ വീട് അദ്ദേഹം കയറി കാണുകയുണ്ടായി. ഇവിടെയുള്ള ആളുകളുമായിട്ട് സംസാരിക്കാറുണ്ടായി. വലിയ സന്തോഷമാണ് മമ്മൂട്ടി രേഖപ്പെടുത്തിയത്. കേരള ജനത ഒറ്റക്കെട്ടായി നിന്നതിൻ്റെ ഉദാഹരണമാണ് ഈ ടൗൺഷിപ്പ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം കേരളത്തിലല്ലാതെ മറ്റെവിടെയും ഇത്തരത്തിലൊരു ഉദാഹരണം കാണാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം സന്ദർശന വേളയിൽ അദ്ദേഹം കണ്ട ഒരാളുമായിട്ട് നമുക്ക് സംസാരിക്കാം. നേരിട്ട് കണ്ട് വളരെ സന്തോഷം. സെൽഫി എടുക്കാന്ന് പറഞ്ഞ് സെൽഫി എടുത്തോന്ന് കിട്ടിയോന്ന് ചോദിച്ച്, പിന്നെ MA സാർ വന്ന് അവൻ കണ്ടു. വളരെ സന്തോഷം തന്നെ. എന്തായാലും അദ്ദേഹത്തിൻ്റെ ടൗൺഷിപ്പ് സന്ദർശനം വലിയ ആവേശമാണ് ഇവിടെ ടൗൺഷിപ്പിലുള്ള ആളുകൾക്കും ഒക്കെ നൽകിയത്. ഇവിടെ ടൗൺഷിപ്പിലുള്ള ആളുകൾ അദ്ദേഹവുമായി സെൽഫി എടുക്കുകയും മറ്റുമൊക്കെ ചെയ്തു. അദ്ദേഹം ഇവിടെ നിന്നും പുറപ്പെട്ടു. സനീഷ്, ഏതായാലും മമ്മൂട്ടി അവിടെ സന്ദർശനം നടത്തി. അദ്ദേഹത്തിൻ്റെ സന്ദർശനം വലിയ സന്തോഷത്തിന് കാരണമായെന്ന് അവിടെ കൂടിയുന്ന ആളുകൾ നമ്മൾ പറയുന്നതായിട്ട് കേട്ടു. ഇത് കേരളത്തിൻ്റെ ആകെ ഒരു സാമൂഹിക മൂലധനത്തിൻ്റെ പ്രകടനമാണ്, പ്രതിഫലനമാണ് നമ്മൾ ഈ കണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു. അതായത് നമ്മുടെ നാട്ടുകാർ തന്നെ പിരിച്ച പണമാണിത്. അതുകൊണ്ട് നാട്ടുകാരുടെ ആകെ സംഭാവനയാണ് ഇത്. ലോകത്ത് തന്നെ അപൂർവതകളില്ലാത്ത, അല്ലെങ്കിൽ അപൂർവമായിട്ട് മാത്രം കാണുന്ന മാതൃകയാണെന്ന മട്ടിലൊക്കെയാണ്. അതായത് ഇങ്ങനെ ഒരു വലിയ ദുരന്തത്തിനിരയായ ആളുകൾക്ക് വേണ്ടിയിട്ട് സമൂഹം ഒന്നാകെ നിന്നിട്ട് സമൂഹത്തിൻ്റെ ക്യാപിറ്റൽ കൊണ്ട് ഇങ്ങനെയൊരു പുനരധിവാസം സാധ്യമാക്കുക എന്നത് വളരെ ഗംഭീരമായൊരു കാര്യമാണ് എന്ന് അദ്ദേഹം അവിടെ പറഞ്ഞു. അപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ ഇങ്ങനെ ചെയ്തതുകൊണ്ട് തുടർഭർ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ തന്നെ തിരികെ വരുമോ എന്ന മറ്റുള്ളൊരു ചോദ്യം ചോദിച്ചപ്പോൾ അക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഇതൊരു കക്ഷി രാഷ്ട്രീയ സംഗതിയായിട്ടല്ല തൻ്റെ സന്ദർശനം അടയാളപ്പെടുത്തപ്പെടേണ്ടത് എന്ന ജാഗ്രത അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ടായിരുന്നു. ഇത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ആകെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അതിൻ്റെ ഒരു പ്രതിഫലനമാണ് എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ സന്ദർശനം വളരെ സന്തോഷകരമായ ഒരു ദൃശ്യമായി എന്തായാലും ഇന്ന്.